ഹലോ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? ക്രിസ്മസ് ഒക്കെ അല്ലേ വന്നെ, നമുക്കപ്പൊ അങ്കമാലിക്കാർ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാട്ടോ. ഒന്ന് പോർക്കും കൂർക്കി, അത് അങ്കമാലിക്കാരുടെ ഫേവറേറ്റ് ആണ്. അപ്പൊ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാട്ടോ. കൂർക്കയും പോർക്കും ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടായിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു പിടി തേങ്ങാക്കൊത്ത് അതിലിട്ട് കൊടുക്കുക കേട്ടോ. ഞങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് പോർക്ക് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തേങ്ങാക്കൊത്ത് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 2 തക്കാളി, ചെറിയ തക്കാളിയാണ് കേട്ടോ, അരിഞ്ഞ് വെച്ചത് ഇട്ട് വഴറ്റിയെടുക്കാം. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. തക്കാളിയും ഒരുവിധം നന്നായിട്ട് വഴണ്ടി വരുമ്പോ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല കേട്ടോ, അതും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരുവിധം തക്കാളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് അങ്കമാലിക്കാർക്ക് പോർക്കെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് നന്നായിട്ട് പൊടിയൊക്കെ മൂത്ത് നല്ല കളറൊക്കെ മാറി എന്താ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് കുക്കറിൽ 2 വിസിലിന് വേവിച്ച് വെച്ച പോർക്കുണ്ട് കേട്ടോ. കൂർക്ക വേറെയും വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട്. ആ പോർക്ക് അതിനകത്തേക്ക് ആ വെള്ളത്തോട് കൂടി ചേർത്തിട്ടുണ്ട്. അതാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചത്, അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ അധികം ചാറിലല്ലാട്ടോ എടുക്കണേ, ഒരുവിധം ഡ്രൈ ആയിട്ട് തന്നെ എടുക്കണേ. ഇവിടെ അതാണ് ഇഷ്ടം. അങ്ങനെ പോർക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൂർക്കയും വേവിച്ച് വെച്ച കൂർക്ക ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ കണക്കാക്കി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആ കൂർക്കയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്കമാലിക്കാർക്ക് പലതരത്തിലുള്ള സ്പെഷ്യലായിട്ട് ഇങ്ങനെ പോർക്ക് വയ്ക്കും. വെറുതെ ഫ്രൈ ആക്കും, വരട്ടിയെടുക്കും, അതൊക്കെ വേറെ വേറെ സ്റ്റൈല്. പോർക്കും കൂർക്കയെന്ന് പറയുന്നതും ഒരു സ്റ്റൈലില് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ കൂർക്കയും ചേർത്ത് നമുക്ക് മൂടി വെച്ച് ഒന്ന് അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പൊ നല്ല ആവിയൊക്കെ വന്നു, നല്ല മണവും നന്നായിട്ട് മൂത്ത് വെന്ത് പാകമായിട്ടുണ്ട്. ഒന്നും കൂടെ അടച്ചൊക്കെ വെച്ച് ഇളക്കി ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. ഇപ്പൊ തന്നെ നല്ല കൊതിയൂറുന്ന മണാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റെഡിയായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ പോർക്കും കൂർക്കയും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.